താങ്ക് യു ഡോക്ടർ. ശരി. ഐഷേ, ഞാൻ വീട്ടിലേക്ക് വരാതിരിക്കായിരുന്നു. ശരിടാ. എന്തായി വാടകയുടെ കാര്യമൊക്കെ? ഞാൻ തരാൻ ചേട്ടാ. നീ എവിടെ നിന്നെടുത്ത് തരാനാ? അവനാണെങ്കിൽ ക്യാൻസർ. നീ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഞാൻ ഇത്ര നാളത്തെ വാടക കണ്ട് മറക്കാം. പോയ കാര്യം? പകുതി പൈസ ഡോക്ടർ തരാമെന്ന് പറഞ്ഞു. ബാക്കി നമ്മളെടുത്തേ പറ്റൂ. ഇനി എവിടുന്നാ? വാങ്ങുന്നവരിൽ നിന്നെല്ലാം വാങ്ങിയിട്ടുണ്ട്. നീ ആ ഫോണൊന്നെടുത്ത് കണ്ണനൊന്ന് വിളിച്ച് നോക്കട്ടെ. വേണ്ട, അയാളെ വിളിക്കണ്ട. അതെന്താ? അയാൾ അത്ര ശരിയല്ല. അയാളുടെ നോട്ടവും ഭാവവും കണ്ടാൽ തന്നെ അറിയാം. അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ? നിനക്കത് വെറുതെ തോന്നുന്നതാ. അവൻ കട്ട് ചെയ്തല്ലോ. ചിലപ്പോൾ അവൻ തിരക്കിലായിരിക്കും. നീ ഒന്ന് അവൻ്റെ അടുത്തേക്ക് ചെല്ലേ. അവൻ കടയിലുണ്ടാവും. ഞാൻ പോണോ? ചേട്ടാ, നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം അങ്ങ് മതിയാക്കിയാലോ? എന്ത് മണ്ടത്തരം നീ പറയുന്നു? നമ്മുടെ മാളൂട്ടിയുടെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നത്? ഞാൻ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ? ഞാൻ നിന്നോട് എപ്പോഴും പറഞ്ഞിട്ടില്ലേ, ദൈവം തന്ന ജീവിതം ദൈവം തന്നെ തിരിച്ചെടുക്കണമെന്ന്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ശരി, നേരം 12:30 ഞാൻ നിസ്കരിച്ചിട്ട് പോവാം. മാളൂട്ടി, ഉമ്മച്ചി പോയിട്ട് വരാം കേട്ടോ. അച്ഛൻ്റെ അടുത്ത് തന്നെ കാണണം, പുറത്തെങ്ങും പോവരുത്. ശരി മച്ചി. പോകുന്ന വഴിക്ക് നീ ആ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലൊന്ന് പൊക്കോ. സംഭാവന പിരിച്ചതിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാലോ. ശരി. അത് വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അത് ശരി. ആ ആ ആ ഓക്കെ, ഞാൻ വിളിക്കാം. എന്തേശാ?
എന്തേ വന്ന? ചേട്ടൻ ഫോൺ വിളിച്ചിരുന്നു, ഫോൺ എടുത്തില്ല. അതെ, ഞാൻ അറിഞ്ഞുകൊണ്ട് കട്ട് ചെയ്തതാ. എനിക്കറിയാം, വല്ല പൈസ കാര്യത്തിനല്ലേ, അല്ലാണ്ട് തന്നെ വിളിക്കാറില്ലല്ലോ. അതെ, കുറച്ച് പൈസ ആവശ്യമുണ്ട്, മരുന്ന് വാങ്ങാനാ. നിനക്ക് എത്ര പൈസ വേണേലും ഞാൻ തരും. ഞാൻ തരുന്ന പൈസ നിന്റെ ഭർത്താവിന് തിരിച്ചു തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അവൻ ഇനി എത്ര നാളുണ്ടാവടി? പിന്നെ ഞാൻ എന്തുറപ്പിലാണ് നിനക്ക് പൈസ തരേണ്ടത്? പക്ഷേ നീയൊന്നും മനസ്സ് വെച്ചാ ഞാൻ എത്ര പൈസ വേണം ഞാൻ നിനക്ക് തരും. നീയൊന്നും മനസ്സ് വെക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പെണ്ണല്ല ഞാൻ. എന്റെ ഭർത്താവിന് മനസ്സിൽ ആരാധിച്ചുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്ന പെണ്ണാ ഞാൻ. നിങ്ങൾ ദയവ് ചെയ്ത് വേറൊരർത്ഥത്തിൽ എന്നെ കാണരുത്. നിങ്ങളിൽ നിന്ന് വാങ്ങിയ പൈസ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരും. നീ എങ്ങനെ തരാനാടി? ഞാൻ തന്ന പൈസ എനിക്ക് വാങ്ങാൻ അറിയാഞ്ഞിട്ടല്ല നിന്റെന്ന്. നീ എന്ന് എന്റെ കൂടെ കിടക്കുന്നു അന്ന് പൈസ നിനക്ക് ഞാൻ. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരും അറിയില്ല. ഇവിടെ ഇന്ന് പോകാതെ എനിക്ക് പോടി. ഓക്കെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കാം. ഇപ്പോഴല്ല, എൻ്റെ മനസ്സിനെ ഞാനൊന്ന് പാകപ്പെടുത്തി എടുത്തോട്ടെ. 5000 രൂപ എനിക്കിപ്പോൾ അത്യാവശ്യമുണ്ട്. നീ 5 അല്ല, നിനക്ക് എത്ര പൈസ ആണെങ്കിലും ഞാൻ തരും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നീ ഇവിടെ കിടക്കണം. നിക്ക്, എന്തായാലും നീ ഇവിടം വരെ വന്നല്ലേ, ഇനിയിപ്പം ഇതിൻ്റെ ഒരു കുറവ് വേണ്ട. എന്താ? പ്രസിഡന്റ് ഇല്ലേ? ആ, ഞാൻ വിളിക്കാം. എന്താ? ആ ഫണ്ട് പിരിവിന്റെ കാര്യം എന്തായെന്ന് അറിയാനാണ് ഞാൻ വന്നത്. അത് നടക്കുന്നുണ്ട്, അധികമൊന്നും കിട്ടിയിട്ടില്ല. അവൻ പാർട്ടിയിൽ ഇപ്പൊ സജീവമല്ലാത്ത കൊണ്ട് കാര്യങ്ങളൊക്കെ സ്ലോവാ. ആൾ കിടപ്പിലായതിനു ശേഷം മാത്രമല്ലേ വരാതിരുന്നിട്ടുള്ളൂ, അതുവരെ വന്നതല്ലേ. ഓക്കെ, ശരിയാക്കാം, നോക്കട്ടെ. സാറേ, ആ ഫണ്ട് പിരിവിന്റെ കേസൊക്കെ കഴിഞ്ഞല്ലേ? അത് അവർക്ക് അങ്ങോട്ട് കൊടുത്തൂടെ? ഓ പിന്നെ, ഒരു 2 ആഴ്ച കൂടി എന്റെ അക്കൗണ്ടിൽ കിടക്കട്ടെ, എന്നിട്ട് നോക്കാം. അപ്പോഴേക്കും അവൻ ഉണ്ടാവോ സാറേ? ഇന്ന് മരിക്കുകയാണെങ്കിൽ മരിച്ചതിന്റെ പിരിവെടുക്ക. അല്ല പിന്നെ ഇയാളെ പോലുള്ള ആൾക്കാരല്ലേ നാട് വയ്ക്കാക്കണേ. ഒരു സാധനം പോണ്ട. പിന്നെ ചേച്ചി, ഹലോ, എന്താ ചേച്ചി? എനിക്കൊരു സാധനം വേണം. എന്തിനാ ചേച്ചി? ചേച്ചി ഇങ്ങോട്ട് വാ.
വരും. ചേച്ചിക്ക് ഇതെന്തിനാ? ഒരാവശ്യമുണ്ട്. ഇത് പിന്നെ പുറത്തൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ ചേച്ചി. ഇത് പറഞ്ഞ കാലം ഞാൻ തരണേ. ഉം. ഇത് പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് വേണ്ട ഉപയോഗിക്കണേ. ഇതിനെ അപ്പത്തൊന്നും കാണിക്കരുതിട്ട് ചേച്ചി. ഒന്ന് പോടാ. ലാസ്റ്റ് എനിക്ക് പണിയാവി. ഒരു ഡയറി ഉമ്മച്ചി. കഴിച്ചു. പോയ കാര്യം എന്തായി? പൈസ കിട്ടിയോ? ഇല്ല, നാളെ രാവിലെ തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. ഒരു മരുന്ന് തന്നിട്ടുണ്ട്. അത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കണമെന്നും പറഞ്ഞു. ഇറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാന്നും പറഞ്ഞു.
നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ഞാൻ നിന്നോടൊരു 100 വട്ടം പറഞ്ഞതല്ലേ, ദൈവം തന്ന ജീവനെടുക്കാൻ നമുക്ക് അവകാശമില്ല. മോളെ അച്ഛി, എന്താ അച്ഛനെ പറ്റിയത്? ഒന്നുമില്ല മോളെ, പിന്നെന്തിനാ ഉമ്മച്ചി കരഞ്ഞത്? ഒന്നുമില്ല മാളൂട്ടി. മോള് കഞ്ഞി കുടിക്ക്. എനിക്ക് വേണ്ട ഉമ്മച്ചി. ഇത് കുടിച്ച നമുക്ക് സ്വർഗത്തിൽ പോവാം. അവിടെ പോയാ മോൾക്ക് മാലാകമാരൊത്ത് കളിക്കാം. അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ മരിച്ചോരെ സ്വർഗത്തെ പോവാന്ന്. ഈ ഉമ്മച്ചിക്ക് ഒന്നും അറിയില്ല. നമ്മളും പോവും അങ്ങ് വിമാനത്തില്, അച്ഛനും ഉമ്മച്ചിയും മോളും. നല്ല രസാവല്ലേ ഉമ്മച്ചി? എൻ്റെ പൊന്നു മോളല്ലേ, കഞ്ഞി കുടിക്ക്. എൻ്റെ പൊന്നു മോളല്ലേ, കുടിക്ക്. ഉമ്മച്ചി, മോളോ, ഉമ്മച്ചിയുടെ പൊന്നു മോളെ, ഉമ്മച്ചിയുടെ ക്ഷമിക്കും മോളെ, എൻ്റെ പൊന്നു മോളെ. അച്ഛനും ഉമ്മയും തനിച്ചാക്കി പോയി കഴിഞ്ഞാൽ എന്റെ പൊന്നു മോളൊറ്റയ്ക്കാവില്ലേ? ഈ സമൂഹം ഉമ്മയെ തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്റെ പൊന്നുമോളുടെ കാര്യം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് ഈ കടുക്കൈ ചെയ്ത് മോളെ